നമ്മൾക്ക് സെയിൽസ് മൊഡ്യൂളിൻ്റെ അണ്ടറിൽ എങ്ങനെയാണ് ഒരു ഡേ സെയിൽസ് ക്ലോസിംഗ് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ സെയിൽസ് മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യാം. ഡേ സെയിൽ ക്ലോസിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഡെയിലി സെയിൽസ് ക്ലോസസിൻ്റെ ലിസ്റ്റ് നമുക്കിവിടെ കാണിക്കും. സോ ഈ പേജിൽ നമുക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ഇത് കാണും, ഫോൺ നമ്പർ കാണും, പിന്നെ ഏത് സ്റ്റോറിൽ നിന്നാണ് സെയിൽസ് നടന്നതെന്ന് കാണിക്കും. ഇതൊക്കെ നമുക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ ഒന്ന് വ്യൂ ചെയ്യാണ്. അപ്പോൾ ഇവിടെ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ നെയിം കാണിക്കും, ഫോൺ നമ്പർ, പിന്നെ ഏത് സ്റ്റോറിൽ നിന്നാണ് എന്ന് കാണിക്കും. പിന്നെ ഇവിടെ സെയിൽസിൻ്റെ സമ്മറി, ടോട്ടൽ ഓർഡേഴ്സ് എത്രയാണ്, ടോട്ടൽ പേയ്മെൻറ്റ് റിസീവ്ഡ് എത്രയാണ്, ഇതിൽ ഓൺലൈൻ സെയിൽസ് എത്രയായിരുന്നു, ക്യാഷ് സെയിൽസ്, പിന്നെ എമൗണ്ട് കളക്റ്റഡ് ഓൺ സെയിൽ, ഇതൊക്കെ നമുക്കിവിടെ കാണിക്കും. ടോട്ടൽ റിട്ടേൺസ്, ടോട്ടൽ റീഫണ്ട്സ് ആസ് വൗച്ചേഴ്സ്, ഇതൊക്കെ നമുക്കിവിടെ കാണിക്കും. അടുത്തതായി ക്ലോസിംഗ് റേഞ്ച് ഡീറ്റെയിൽസ്. ഇവിടെ ഓപ്പണിംഗ് ഡേറ്റ് എത്രയായിരുന്നു, ഓപ്പണിംഗ് ടൈം, ക്ലോസിംഗ് ഡേറ്റ്, ക്ലോസിംഗ് ടൈം, ഇതൊക്കെ നമുക്കിവിടെ കാണിക്കും. അത് കഴിഞ്ഞ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണിക്കും. കസ്റ്റമേഴ്സ്, പിന്നെ ഓർഡർ, ഇതിൽ നമുക്ക് ഓർഡർ നമ്പർ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ടൈപ്പ് ചൂസ് ചെയ്ത് നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഓർഡർ നമ്പർ, ഞാനിവിടെ ഓർഡർ നമ്പർ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ നമ്മൾ ആ ഓർഡർ ഇവിടെ കാണിക്കും. അതേമാതിരി തന്നെ നമുക്ക് പേയ്മെൻറ്റ് യൂസ് ചെയ്തും ഫിൽട്ടർ ഔട്ട് ചെയ്തെടുക്കാം. നമ്മളെ കസ്റ്റമേഴ്സ്, ഓർഡർ നമ്പർ, അമൗണ്ട്, പെയ്ഡ് എമൗണ്ട് എത്രയാണ്, പേയ്മെൻറ്റ് ടൈപ്പ് എന്താണ് എന്നൊക്കെ നമുക്കിവിടെ കാണിക്കും. ഇത് നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇവിടെ ഡേ ക്ലോസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഡേ ക്ലോസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് നമുക്കിവിടെ കാണിക്കും. സെയിൽസ് എക്സിക്യൂട്ടീവ് ഏത് യൂസറാണുള്ള സെഷൻ ഇൻഫർമേഷൻസിൽ നമുക്ക് യൂസർ നെയിം, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ദ ഡേറ്റ് ആൻഡ് ടൈം നമുക്കിവിടെ കാണിക്കും. പിന്നെ എത്ര ഓർഡേഴ്സ് ഇന്ന് ക്രിയേറ്റ് ആയി, പിന്നെ പേയ്മെൻറ്റ് റിസീവ്ഡ് എത്രയാണ്, പിന്നെ കളക്റ്റഡ് ഓൺ സെയിൽസ് എത്ര, ടോട്ടൽ സെയിൽസ് എത്ര നടന്ന് എന്നൊക്കെ നമുക്കിവിടെ കാണിക്കും. ഈ ഡേ ക്ലോസ് ചെയ്യാൻ നമുക്ക് ക്ലോസ് ഡേ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡേ ക്ലോസ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ഇവിടെ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തത് ഇവിടെ ഓൺ ടോപ്പ് ഓഫ് ദ ലിസ്റ്റ് നമുക്ക് കാണിക്കും. അതേമാതിരി തന്നെ നമുക്കിത് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സോ അങ്ങനെയാണ് നമ്മളൊരു ഡേ സെയിൽസ് ക്ലോസ് ചെയ്യുക.